ശബരിമല സ്വർണത്തിന് ഇനി ഡിജിറ്റൽ പൂട്ട്. എന്താണ് ഡിജിറ്റൽ പൂട്ട്? ഏതിനൊക്കെയാണ് ഡിജിറ്റൽ പൂട്ട് ഇടാൻ പോകുന്നത് ശബരിമലയിൽ? സ്വർണവും മറ്റു സ്വത്തുക്കളും ആര് തൊട്ടാലും അക്കാര്യം കമ്പ്യൂട്ടറിൽ റെക്കോർഡഡ് ആകുന്നു. അതാണ് ഡിജിറ്റൽ പൂട്ട് വിദ്യ. എന്തേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നേരത്തെ ഇത് തോന്നിയില്ല എന്ന് നമുക്ക് സംശയം തോന്നി. എന്തുകൊണ്ടാണ് നേരത്തെ ഇത് തോന്നിയില്ല? തോന്നണേ എങ്ങനെയാണ്? കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും കൈയിട്ട് വാരിയാൽ കൊള്ളാം എന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തില് ഡിജിറ്റൽ പൂട്ടിനെ പറ്റി അറിഞ്ഞാൽ പോലും അതിനുള്ള സൗകര്യമൊരുക്കാൻ ആരും തയ്യാറാവുകയില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ എന്തായാലും തിരുവാഭരണം ഉൾപ്പെടെയുള്ളവ സ്ട്രോങ് റൂമിൽ നിന്ന് ശ്രീകോവിലിലേക്കോ മറ്റെവിടേക്കെങ്കിലുമോ അറ്റകുറ്റപ്പണിക്കായോ മറ്റെന്തിനെങ്കിലുമോ മാറ്റുന്ന പക്ഷം അതിൻ്റെയൊക്കെ മഹസർ സഹിതം എല്ലാം ഡിജിറ്റലാക്കും. ഇതിനുള്ള സോഫ്റ്റ്വെയർ ആരാ കൊടുത്തിരിക്കുന്നതെന്നല്ലേ? നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ. ആരാണ് ഈ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും സംസ്ഥാന ഗവൺമെന്റുകളുടെയും ഒഫീഷ്യലായ മുഴുവൻ ഇൻഫർമേഷനും, അതായത് ഡിജിറ്റൈസ് ചെയ്ത് എല്ലാം മുഴുവൻ കമ്പ്യൂട്ടറൈസ് ചെയ്യുന്ന, നമുക്ക് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് വേണം എന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? www.governmentofindia.com nic.in എന്ന് അടിക്കണം. nic.in, അതായത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് nic.in എന്ന് അടിക്കണം. www.governmentofindia മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്നടിച്ചിട്ട് nic.in എന്നടിക്കണം. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ ഔദ്യോഗിക ഡേറ്റ അതാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഗൂഗിളിലോ മറ്റെവിടെയെങ്കിലും പോയാൽ കിട്ടുന്ന ഡേറ്റ ചിലപ്പോൾ തെറ്റായെന്ന് വരാം. അതേ സമയത്ത് nic.in എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തന്നെ സോഫ്റ്റ്വെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയാണ്. എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും സംസ്ഥാന ഗവൺമെന്റുകൾക്കും എല്ലാ ഒഫീഷ്യൽ ഡേറ്റയും പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസിയാണ് nic.in. ആ nic ആണ് ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ശബരിമലയ്ക്ക് വേണ്ടി, അതായത് ദേവസ്വം ബോർഡിന് വേണ്ടി ഇങ്ങനെ ഡിജിറ്റൽ സോഫ്റ്റ്വെയർ നൽകുകയും അങ്ങനെ മുമ്പോട്ട് വരികയും ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം ഒരു പക്ഷേ ശബരിമലയിൽ വരുന്ന സ്വർണം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ സേഫ്റ്റി ലഭിക്കുമെന്ന്. എന്തുകൊണ്ടാണ് ഞാൻ ഒരു പരിധി വരെ എന്ന് അങ്ങനെ അങ്ങ് പറയുന്നത്? അങ്ങനെ പറയുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. കാരണം എൻ്റെ വീടിനടുത്ത്, ഇവിടെ തൊട്ടടുത്ത് ഒരു ശബരിമലയിൽ ഡ്യൂട്ടിയുള്ള ഒരു പോലീസുകാരൻ താമസിച്ചിരുന്നു, വീട് വാങ്ങി താമസിച്ചിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ നല്ല ഒരു സ്ത്രീയായിരുന്നു, വളരെ നല്ല സൗഹൃദത്തിലായിരുന്നു. ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ ഇപ്പുറത്ത് നിന്നും മതിലിനപ്പുറത്ത് നിൽക്കുന്ന അവരോട് സംസാരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സംസാരിക്കാനൊന്നും എനിക്കധികം സമയം കിട്ടാറില്ല. അവർക്കും അങ്ങനെ തന്നെ എന്ന് വിചാരിച്ചോളൂ. അപ്പൊ അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലെ ശബരിമല പോയിട്ട് അദ്ദേഹം വരുന്ന കാര്യങ്ങൾ, ശബരിമല പോകുന്ന കാര്യങ്ങൾ, ശബരിമല കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, പോലീസുകാർ എന്നോട് അങ്ങനെ സംസാരിക്കേണ്ടി വന്നിട്ടില്ല. ഹലോ, ഗുഡ് മോർണിംഗ് എന്നൊക്കെ അല്ലാതെ അതിൽ കൂടുതലൊന്നും പറയേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ വൈഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ നല്ല സൗഹൃദത്തിലായിരുന്നു. അപ്പം അവര് എന്നോട് പറഞ്ഞ ഒരു കഥയുണ്ട്. അതായത് ഈ ശബരിമല ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇത്തിരി റിസ്ക് ഉള്ള ഡ്യൂട്ടി. അതെന്താ റിസ്ക്? അപ്പൊ അവര് പറഞ്ഞു, ഈ ശബരിമല നടവരവ്, കോടിക്കണക്കിന് നടവരവ് വരുന്നതല്ലേ. എൻ്റെ പൊന്നു ടീച്ചറെ, ചാക്കിൽ കെട്ടിയാണ് പണം, നടവരവ് വരുന്ന പണം ഈ അവിടുത്തെ ഉദ്യോഗസ്ഥരും പോലീസുകാരും അങ്ങനെയുള്ളവരൊക്കെ, എന്ന് വെച്ചാൽ ഉയർന്ന പോലീസുകാരെന്നാ പറഞ്ഞത്. ഇദ്ദേഹം അത്ര ഉയർന്ന തസ്തികയിലല്ല അന്ന്. അപ്പൊ ഇദ്ദേഹത്തിന് ആ സൗകര്യം ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അങ്ങനെ അവിടെ വരുന്ന പ്രമാണിമാരായിട്ടുള്ള, അതായത് ദേവസ്വം ബോർഡിലെ പ്രമാണിമാരായ ഉദ്യോഗസ്ഥരും ഇവർക്കൊക്കെ വേണ്ടപ്പെട്ടവരൊക്കെ ചാക്കിൽ കെട്ടിയാണ് നടവരവ് പണം അവരവരുടെ കട്ടിലിന് കീഴിൽ സൂക്ഷിച്ചു വയ്ക്കും, എന്നിട്ട് അത് കടത്തിക്കൊണ്ട് പോകുന്നത് എന്ന്. അപ്പൊ അതൊന്നും ഡിജിറ്റൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞത് കേട്ടോ. എന്തായാലും അവർ താമസിച്ചിരുന്ന 4.25 സെന്റിലെ ഒരു 2 നിലയുള്ള
ശരാശരി വീട്ടിലായിരുന്നു. ആ വീട് ഒരു സീസൺ കഴിഞ്ഞപ്പോഴേക്കും അവർ വിറ്റ് വേറെ എവിടെയോ പോയി അതിനേക്കാൾ മെച്ചപ്പെട്ട വീട് വാങ്ങിച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? താഴ്ന്ന തസ്തികയിലുള്ളവർക്ക് പോലും കൈമടങ്ങ് കിട്ടുന്ന അല്ലെങ്കിൽ കൈയിട്ട് വാരാനുള്ള സൗകര്യം അവിടെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയാണ് ഞാൻ അന്ന് മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഈ കഥകളൊക്കെ കേട്ടപ്പോഴത്തേക്കും അതൊക്കെ എന്ത് സത്യമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെയുള്ള ശബരിമല ഡിജിറ്റൈസ് ചെയ്തു എന്ന് പറയുമ്പോൾ അവിടുത്തെ ആ മോഷണ പരമ്പരയ്ക്ക് അറുതി വന്നു എന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല. അവിടെ ഇപ്പോഴും ഇനിയും, അതായത് കോടിക്കണക്കിന് നടവരവുള്ള അതായത് ഞാൻ തന്നെ ഇവിടെ ഞങ്ങൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയിൽ ഇരുന്നപ്പോൾ ഒരു ഗവൺമെന്റിന് ഒരു നോട്ട് എഴുതി കൊടുത്തതാണ്. അതായത് റവന്യൂ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം. റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് ശബരിമലയില് ഗുരുവായൂര് മലയാറ്റൂർ പള്ളിയാണ്, അതുപോലെ കുറേ പ്രധാനപ്പെട്ട അമ്പലങ്ങള്, ക്ഷേത്രങ്ങള്, പള്ളികള്, അവിടെയൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന്, അതായത് സംസ്ഥാനത്ത് നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ വരുന്ന പിന്നെ ഭക്തരുണ്ട് ഈ പറയപ്പെട്ട ഒരുപാട് ഇടങ്ങളിൽ. അവിടെയൊക്കെ ഗവൺമെന്റിലേക്ക് ഒരു വരുമാനം കിട്ടാൻ വെച്ചാൽ അവിടേക്കൊക്കെ വേണ്ടി ഗവൺമെന്റിന് ചെലവുണ്ട്. അവരുടെയൊക്കെ റോഡ്, മറ്റു ഗതാഗത സൗകര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കുക, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പോലീസിനെ വിന്യസിക്കുക, അങ്ങനെ സർക്കാരിന് നല്ലൊരു ചെലവുണ്ട്. ഈ പറയപ്പെട്ട എല്ലാ ഭക്തിയുടെ കേന്ദ്രങ്ങളും നന്നായി പരിപാലിക്കുന്നതിന്. അപ്പൊ അങ്ങനെ ഗവൺമെന്റിന് ഒരു ചെലവുണ്ട്. ആ ചെലവെങ്കിലും തിരികെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിന്നൊക്കെ ഒരു ചെറിയ പിരിവ് ഗവൺമെന്റിലേക്ക്, ഒരു കാണിക്കവഞ്ചി എന്ന് പറയുന്നത് പോലെ ഇത് സ്വീകരിക്കാൻ ഗവൺമെന്റിലേക്ക് ഇത്ര രൂപ കടന്നു പോകുന്ന ഓരോരുത്തരും ചെറിയൊരു തുക മതി. 10 രൂപയാണെങ്കിൽ പോലും അത് കോടികൾ വരുന്നിടത്ത് 1 കോടി വന്നാൽ 10 കോടി രൂപയായി ഗവൺമെന്റിന്റെ നടവരുമാനം. അപ്പോൾ ഈശ്വരൻ അതിനോട് ഒരു പിണക്കവുമില്ല. ഉദാഹരണത്തിന് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, നികുതി കൊടുക്കുന്നതിനെ പറ്റി ചോദിക്കുമ്പോൾ യേശുക്രിസ്തു പറയുന്നുണ്ട്, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്ന്. അപ്പൊ നികുതി കൊടുക്കുന്ന, അതായത് ലോ ആൻഡ് ഓർഡർ നിലനിർത്തുക എന്നുള്ളത് ഒരു ഗവൺമെന്റിന്റെ ചുമതലയാണ്, അതിന് ചെലവുള്ള പണിയാണ്. അപ്പോൾ നികുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ലോ ആൻഡ് ഓർഡറിന് മാത്രമല്ല, അതുപോലെ ഗവൺമെന്റ് ചെയ്യുന്ന പല ധർമ്മങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഒരു ഫീ ഈടാക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങള് അന്ന് ധനമന്ത്രിക്ക് ഒരു നോട്ട് കൊടുത്തിരുന്നു. പക്ഷെ അത് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അമ്പലങ്ങളെയും പള്ളികളെയും ലക്ഷ്യം വെച്ചാല് എന്ന് പറഞ്ഞ് അദ്ദേഹം അനങ്ങാതിരിക്കുക ചെയ്തത്. ഇപ്പോഴും ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുകയാണ്, ഇങ്ങനെയുള്ള എല്ലാ വരുമാന കേന്ദ്രങ്ങളിലും ഗവൺമെന്റ് ഒരു ഫീസ്, ഒരു ചെറിയ ഫീസ് മതി നിശ്ചയിച്ചു വെച്ചാൽ തന്നെ ഫിസിക്കൽ ക്രൈസിസ്, ധനപ്രതിസന്ധി എന്ന് പറഞ്ഞ് കരഞ്ഞ് ഉരുണ്ട് കളിച്ച് കിട്ടുന്ന പണം മുഴുവനും വകമാറ്റി ചെലവഴിച്ച് നശിപ്പിക്കുന്ന പോലെയല്ല. ഓരോരോ ആവശ്യങ്ങൾക്കും വേണ്ടി വരുന്ന പണം ആ സോഴ്സിൽ നിന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമം അത് ഗവൺമെന്റ് നടത്തേണ്ടതാണ്. അതിനെ ഒരു ജനവും കുറ്റം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് യുക്തിസഹമായി ചിന്തിക്കുന്ന ആരും അത് തെറ്റാണ് എന്ന് പറയുകയില്ല. അപ്പൊ ആ ഒരു സാധ്യത ഉണ്ടായിരുന്നു, ആ സാധ്യത പോലും ഇല്ലാതെയാണ് എന്നോർക്കണം. ഇങ്ങനെ ശബരിമലയിലേക്ക് വരുന്ന കോടിക്കണക്കിന് ഭക്തരുടെ കയ്യിൽ നിന്ന് വരുന്ന ആ പിന്നെ കാണിക്കപ്പണമാണ് ഇങ്ങനെ അവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദം, അതുപോലെ മേലധികാരികൾ എല്ലാവരും ചാക്കിൽ കെട്ടി കൊണ്ടുപോകുന്നു എന്ന് ഒരു പോലീസുകാരനിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ സത്യസന്ധമായ കാര്യം തന്നെയാണ്. ഒരു പക്ഷെ അദ്ദേഹത്തിനും കൂടുതൽ പണം കുറച്ചെങ്കിലും കിട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ടാകും ആ ശരാശരി വീട് വിറ്റിട്ട് നല്ല മെച്ചപ്പെട്ട വീട്ടിലേക്ക് 1 വർഷം കൊണ്ട് അദ്ദേഹത്തിന് മാറാൻ പറ്റിയത്. അതല്ലെങ്കിൽ ഒരു പോലീസുകാരന്റെ ശമ്പളം കൊണ്ട്, ഭാര്യ ജോലിയുള്ള സ്ത്രീയുമല്ല, ഒരു പോലീസുകാരന്റെ ശമ്പളം കൊണ്ട് 1 വർഷം കൊണ്ട് അങ്ങനെ വാങ്ങിക്കാനോ മാറാനോ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പോകട്ടെ. അപ്പൊ എന്തായാലും ഇതാണ് ശബരിമലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരവസ്ഥ. അപ്പൊ ഞാൻ ഓർത്തു നോക്കുന്നത് എന്താണ്, ഇതിപ്പോ ഞാനിവിടെ ഇത്ര പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു കാരണം ഉണ്ടായത് എന്താണെന്ന് വെച്ചാല്, അയ്യപ്പനെ വഞ്ചിക്കാൻ ഇത്ര സൗകര്യപൂർവ്വം ഒരു മടിയുമില്ലാതെ ഇറങ്ങി പുറപ്പെട്ട ദേവസ്വം ബോർഡ് അംഗങ്ങളും അവരുടെ പുറകിലുള്ള വലിയ വലിയ പിന്നെ എന്താ പറയുക തിമിംഗലങ്ങളും, ഈ തിമിംഗലങ്ങളെ ഒക്കെ ഓർക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, എന്തിനാണ് നമ്മുടെ ഇന്ത്യയിലെ ചിദംബരം പോലെയുള്ള സ്ഥലങ്ങള്, അവിടെയൊക്കെയുള്ള അമ്പലങ്ങള്,
തമിഴ്നാട്ടിലെ അമ്പലങ്ങൾ, കർണാടകത്തിലെ അമ്പലങ്ങൾ, അതുപോലെ ഇന്ത്യയിൽ എല്ലായിടത്തും ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ രാമക്ഷേത്രം അതിന്റെ നിർമ്മിതിക്ക് വേണ്ടി തന്നെ എന്തുമാത്രം പിന്നെ കോടികളാണ് ചെലവഴിച്ചത്. അങ്ങനെ ചെലവഴിച്ച് അമ്പലങ്ങൾ നിർമ്മിക്കട്ടെ, പക്ഷെ അവിടേക്കൊക്കെ വരുന്ന ഈ നടവരവ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിലും ശബരിമലയിലാണെങ്കിലും അതുപോലെയാണ്. ഞാൻ പറഞ്ഞത് മലയാറ്റൂരുള്ളത് പള്ളിയാണ്, ക്രിസ്ത്യൻ പള്ളിയാണ്. അങ്ങനെ ഒരുപാട്, അതുപോലെ മുസ്ലിംസിന്റെയും ഒരുപാട് മേഖലകളുണ്ട് ഇങ്ങനെ നടവരവ് വരുന്ന, കാണിക്ക വരുന്ന. ഈ പണമെല്ലാം ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, ഇന്ത്യയിലെ ദാരിദ്ര്യം, അതായത് 2012 കണക്കനുസരിച്ച് UPA ഗവൺമെന്റ് സമയത്ത് ഒരു പോവർട്ടിയെ പറ്റി, ദാരിദ്ര്യത്തെ പറ്റി നടത്തിയ ഒരു സർവേ, ആ സർവേയുടെ പഠനം അനുസരിച്ച് 28 കോടി ജനങ്ങൾ അന്ന് തന്നെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുണ്ട്. അതിനുശേഷം 2014 BJP ഗവൺമെന്റ് വന്നതിന് ശേഷം പല പഠനങ്ങളും വന്നിട്ടുണ്ട്. തോമസ് പിക്കറ്റിയുടെ പഠനം 1921 മുതൽ 2021 വരെയുള്ള പഠനം. അതിൽ പറയുന്നത് 2014 മുതലുള്ള 2021 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ ഒരുപാട് അസമത്വത്തിലേക്ക് മുങ്ങി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഓക്സ്ഫാം സ്റ്റഡി, അതൊക്കെ ഇന്റർനാഷണൽ ഏജൻസീസിന്റെ വളരെ നല്ല സ്റ്റഡികളാണ്. ഓക്സ്ഫാം സ്റ്റഡി പറയുന്നതും അത് തന്നെ ശരിവെച്ചുകൊണ്ടാണ്. അതുപോലെ എന്താണ് പ്യൂർ റിസർച്ച്, അത് വേറൊരു സ്റ്റഡിയാണ്. ഇതൊക്കെ പറയുന്നത് ഇന്ത്യയിലെ അസമത്വം ഒത്തിരി വർദ്ധിച്ചു. എന്ന് വെച്ചാൽ ഈ അന്ന് 2012 കണ്ടെത്തിയ 28 കോടി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ എന്ന് പറഞ്ഞാൽ അവരുടെ അനുദിന വരുമാനം എന്ന് പറയുന്നത് 30 രൂപയിൽ താഴെയുള്ളവരാണെന്ന് ഓർക്കണം. അങ്ങനെയുള്ള ഇവരുടെ 28 കോടിയിൽ നിന്ന് ഇപ്പോൾ വീണ്ടും ഒരുപാട് കൂടി എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പഠനങ്ങൾ അങ്ങനെയല്ല തെളിയിക്കുന്നത് കേട്ടോ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എല്ലാം അവരുടെ മുഖം മിനുക്കലിന് വേണ്ടിയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാക്കുന്നത് ഇപ്പോ. അത് കാരണം അവര് സത്യം കണ്ടെത്തുകയുമില്ല, സത്യം പറയുകയുമില്ല. സത്യം പറഞ്ഞാൽ മുഖം വികൃതമാകും അത് കാരണം കൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇന്ത്യയിൽ, അതായത് ഒരുപാട് പേര് നിത്യദാരിദ്ര്യത്തിലേക്ക് വീണുപോയിരിക്കുന്ന ഈ നാട്ടില് ഈശ്വരന് എന്താണ് ഇഷ്ടം എന്നുള്ളത് ഒരുപാട് നമുക്കറിയാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തുക, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക, ഇതൊക്കെയാണ് ഈശ്വരൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഉള്ളവന്റെ കയ്യിലേക്ക് വീണ്ടും വീണ്ടും സ്വത്ത് കൂടട്ടെ, ആ രീതിയിൽ ഒരു ഈശ്വരനും ചിന്തിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇപ്പൊ യേശുക്രിസ്തുവിനോട് തന്നെ ഒരു ധനികൻ ചോദിക്കുന്നു, ഞാൻ പ്രമാണങ്ങളൊക്കെ കാത്ത് ജീവിക്കുന്നവനാണ്, എനിക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പം യേശുക്രിസ്തു അവനോട് പറയുന്നു, നിന്റെ ധനമെല്ലാം വിറ്റ് പാവപ്പെട്ടവർക്ക് കൊടുക്കുക. അയാൾ ഉടനെ അവിടുന്ന് സ്ഥലം വിട്ടു യേശുക്രിസ്തുവിന്റെ അടുത്തു നിന്ന്. കാരണം അയാൾക്ക് ധനം വിറ്റ് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പൊ ഏത് ദൈവത്തോട് അതായത് യേശുക്രിസ്തുവിനോട് ചോദിച്ചതുപോലെ നമ്മൾ എന്താ പറയുക, അയ്യപ്പനോടോ അല്ലെങ്കിൽ ശിവനോടോ വിഷ്ണുവിനോടോ ബ്രഹ്മാവിനോടോ ആരോട് തന്നെ ചോദിക്കട്ടെ, ആരോട് ചോദിച്ചാൽ ഈശ്വരൻ ഒരിക്കലും പറയില്ല ദാരിദ്ര്യം നല്ലതാണ് എന്ന്. ദാരിദ്ര്യം വച്ചു പൊറുപ്പിക്കരുത്, ദാരിദ്ര്യം ഇല്ലാതെയാക്കാൻ കഴിവത് ചെയ്യുക എന്നാണ് ആരോടും ഈശ്വരൻ പറയുക. അപ്പൊ അങ്ങനെയുള്ള ആ ഈശ്വരന്റെ പേരിൽ വരുന്ന ഈ നടവരവെല്ലാം ഈ ധനികർക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി എന്തുകൊണ്ട് ഇട്ടുകളയുന്നു? എന്തുകൊണ്ട് ഈ പറയപ്പെട്ട ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾക്ക്, അതായത് ഇങ്ങനെ ദേവസ്വം ബോർഡ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാണും, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വിചാരിച്ച് ഇത്തരം പണം മുഴുവനും ദരിദ്രരുടെ കഷ്ടപ്പാടുകൾ ഇല്ലാതെയാക്കാൻ വേണ്ടി എടുത്ത് ഉപയോഗിക്കരുതോ? അങ്ങനെ എടുത്ത് ഉപയോഗിച്ചാൽ അതല്ലേ അവര് യഥാർത്ഥത്തിൽ ധർമ്മപരിപാലനത്തിന് അനുസൃതമായ രീതിയിൽ കാര്യങ്ങൾ നീക്കുന്നത്? അതല്ലേ ഈ നടവരവിന് വേണ്ടി പണം കൊണ്ടേ കൊടുക്കുന്നവര്, അമ്പലത്തിൽ കൊണ്ടേ പണം കൊണ്ടേ കൊടുക്കുന്നവര് ഇത് ധനികൻ മോഷ്ടിക്കട്ടെ എന്ന് വിചാരിച്ചല്ല, ഈശ്വരഹിതം നിറവേറട്ടെ എന്ന് വിചാരിച്ച. ഈശ്വരഹിതം ഇതുപോലെ ഇത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം എന്നാണെന്ന് ഏത് വിഡ്ഢിക്കാണ് മനസ്സിലാകാത്തത്? ഇപ്പൊ അയ്യപ്പ സന്നിധിയിൽ കൊണ്ടുപോയി ഇത്രയും കാണിക്ക വെച്ചതുകൊണ്ട് അത് മോഷ്ടിച്ചു പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അയ്യപ്പ സന്നിധിയിലേക്ക് പോകുന്നവർ ഓർക്കണം, ഞാൻ പോകുന്ന വഴിക്ക് ഒരു ദരിദ്രന് സഹായം ചെയ്തു കൊടുത്തിട്ട്, ഒരു രോഗിക്ക് സഹായം ചെയ്തു കൊടുത്തിട്ട് ഞാൻ പിന്നെ അയ്യപ്പന്റെ അടുത്ത് പോയി, ഇതാ അയ്യപ്പ ഞാൻ ഇന്നത് ചെയ്തു എന്ന് അയ്യപ്പനോട് പറയുക. അയ്യപ്പൻ അത് മനസ്സിലാകുമല്ലോ.
ആ തരത്തില് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ നോക്കിയാൽ മാത്രമേ നാം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സമാധാനം, അതുപോലെ ഐശ്വര്യം ഈ ലോകത്തിലുണ്ടാവും. അതാണ് ഈശ്വരൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയാണ്. അതായത് ഈ ശബരിമലയിലെ വരുമാനത്തിന് ഇപ്പോൾ ഏതൊക്കെ ഒരുപാട് അവിടെ വരുന്ന ഒരുപാട് ഐറ്റംസ് ഡിജിറ്റൈസ് ചെയ്യുന്നതായിട്ട് കണ്ടു. പക്ഷെ ഇതൊന്നും അല്ലാതെ തന്നെ ഡിജിറ്റൈസ് ചെയ്യുന്നതിന് മുൻപേ മോഷ്ടിക്കപ്പെട്ടു പോകുന്ന പണത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തില് എത്ര ശ്രദ്ധയോടെ ഇരുന്നാലും ഈ മോഷണം തുടരും എന്നുള്ളത് കൊണ്ട്, കാരണം ഇത് മോഷ്ടിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് പോലെയുള്ളിടത്തേക്ക് ചുറ്റിപ്പറ്റി നടക്കുന്നവരുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത്. വർഷങ്ങളായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ ഇതിന്റെ ആരംഭകാലം മുതലേ ഇത് നടന്നിട്ടുണ്ടാകണം. പക്ഷെ അതൊക്കെ ഈശ്വരൻ കണ്ടില്ലെന്ന് നടിച്ചു എന്ന് പറയാൻ പറ്റില്ല. അവർക്കൊക്കെ തക്കതായ പ്രതിഫലം കിട്ടിയിട്ടുണ്ടാകും എന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാനായിട്ട്. അങ്ങനെ തള്ളിക്കളയാതെ ഈ പണമെടുത്ത് ഈ അമ്പലങ്ങളും ഒക്കെ എല്ലാ പള്ളികളും എല്ലാം ചേർന്ന് ഈ പണമെടുത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം സമാധാനത്തിനും വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ലോകം ഇതിനേക്കാൾ എത്രയോ സമാധാനമുള്ള ലോകമായിരിക്കും. ഗാസയിലോ മറ്റെവിടെയെങ്കിലും യുദ്ധവും മറ്റിതൊക്കെ ഉണ്ടാകുന്നു എങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ആർത്തി കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ ഈ ഒരു എന്താ പറയുക, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഈ പണം ഉപയോഗിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ 28 കോടിയോ അല്ലെങ്കിൽ 30 കോടിയോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറവാകട്ടെ കൂടുതലാകട്ടെ ഇത്രയധികം ദരിദ്രർ ഉണ്ടാകുമായിരുന്നില്ല. ഇത്രയധികം സങ്കട കഥകൾ നാം കേൾക്കേണ്ടി വരും. അതായത് നമുക്കറിയാം ഇപ്പൊ കേരളത്തിൽ തന്നെ എന്തുമാത്രം പകർച്ചവ്യാധികളും എല്ലാത്തരം രോഗങ്ങളും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലാവസ്ഥയെ, നമ്മുടെ പരിതസ്ഥിതിയെ ശുദ്ധീകരിച്ചെടുക്കാൻ എല്ലാത്തിനും നമുക്ക് വലിയ തോതിൽ ചെലവ് ആവശ്യമാണ്. അപ്പോഴാണ് സർക്കാർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫിസിക്കൽ ക്രൈസിസ്, ധനപ്രതിസന്ധി എന്ന് പറഞ്ഞു. നമ്മുടെ മെഡിക്കൽ രംഗം തന്നെ അതിന് നല്ല ഉദാഹരണമാണ്. ഇന്ന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. അതായത് നമ്മൾ കണ്ടതാണ് ന്യൂസുകളിലൊക്കെ. അതായത് ശസ്ത്രക്രിയ രംഗത്തേക്ക് കൊടുത്തിരുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ തിരിച്ചെടുക്കാൻ കമ്പനികൾ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവർക്ക് 1500 കോടിയോളം കടം കിടക്കുന്നു. ആ കടം കൊടുത്തില്ലെങ്കിൽ അവർ തിരിച്ചെടുത്തുകൊണ്ട് പോകുമെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞത്? അത് പണം ഇല്ലാതെ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ആരോഗ്യ മേഖലയിൽ ഒരുപാട് ഫ്രീ ചികിത്സ നൽകുന്നുവെന്ന്. അപ്പോൾ ആ ന്യൂസ് കേട്ടോണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര സഹതാപം തോന്നി. നിങ്ങൾക്കറിയാമോ, ഈ പ്രാവശ്യം നിങ്ങൾ 2024-25 നിങ്ങളുടെ ബജറ്റ് ഇൻ ബ്രീഫ് എടുത്ത് നോക്കുക. അതിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ലോട്ടറി, കാരുണ്യ ലോട്ടറി മാത്രമല്ല, വേറെയും ഗവൺമെന്റിന് ലോട്ടറി ഉണ്ടായിരിക്കും. ലോട്ടറി വകുപ്പിൽ നിന്ന് തന്നെ വിറ്റുകിട്ടിയ പണം, ലോട്ടറി വകയിൽ ഗവൺമെന്റിന് കിട്ടിയ പണം 13,244 കോടി സംതിങ് ആണ്. 13,244 കോടി എന്ന് വെച്ചോളൂ. ആ 13,244 കോടി ഗവൺമെന്റിലേക്ക് ലോട്ടറി വിറ്റ് വരുമാനം ഉണ്ടായിടത്താണ് 1,500 കോടി കൊടുക്കാൻ നിവൃത്തിയില്ലെന്ന് പറയുന്നത്. അപ്പൊ ഈ പണമെല്ലാം വകമാറ്റി റീൽസ് ഉണ്ടാക്കാനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി ചെലവഴിക്കുന്ന ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന്റെ കരങ്ങൾ തന്നെ ഈ ശബരിമലയിൽ കാണും. ശബരിമലയിൽ ഉണ്ടെങ്കിൽ, അവരുടെ കരങ്ങൾ തന്നെ ശബരിമലയിൽ ഉണ്ടെങ്കിൽ ആ അയ്യപ്പൻ തന്നെ അവരെ ഒരു പാഠം പഠിപ്പിക്കും എന്ന് വേണം നമുക്ക് വിചാരിക്കാൻ. എന്തായാലും ഹെൽത്ത് മിനിസ്റ്റർ അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഇവരെന്ത് ശുദ്ധമായ കള്ളമാണ് ജനങ്ങളോട് പറയുന്നത്. ഈ 13,244 കോടി അവർക്ക് ലോട്ടറി വിൽപ്പനയിൽ നിന്ന് തന്നെ കിട്ടി. ആ ലോട്ടറിയിൽ തന്നെ കാരുണ്യ ലോട്ടറി ഉണ്ട്. കാരുണ്യ ലോട്ടറിയാണ് സിംഹഭാഗം വരുമാനവും കൊണ്ടുവരുന്നത്. എന്നിട്ട് പോലും ആ പണം എടുത്ത് മറ്റാവശ്യങ്ങൾക്ക് ചെലവഴിച്ച് കൊടുക്കേണ്ടതിന് നമുക്കറിയാം. ഈ പറയപ്പെട്ട കാരുണ്യ ബെനവോളന്റ് സ്കീമിൽ പെട്ടിരിക്കുന്ന ആശുപത്രികളെല്ലാം തന്നെ അതിൽ നിന്ന് വിടുതൽ വാങ്ങുകയാണ്. കാരണം അവർക്ക് ആർക്കും ഈ പണം, അവർ ഇൻഷുറൻസ്, അവർ രോഗികളെ ചികിത്സിച്ചു, പക്ഷെ അതിനുവേണ്ടി കിട്ടേണ്ടിയിരുന്ന ഇൻഷുറൻസ് തുക അവർക്ക് ആർക്കും കിട്ടുന്നില്ല. ഈ കമ്പനികൾ പറഞ്ഞതുപോലെ തന്നെ അവരും ഇങ്ങനെ അകപ്പെട്ടിരിക്കുകയാണ്, പെട്ടുപോയിരിക്കുകയാണ്. ആ ഒരവസ്ഥയാണ് കേരളം. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ കിടക്കെയാണ് ഈ പണമെല്ലാം അന്യർക്ക് കൈയിട്ട് വാരിക്കൊണ്ടു പോകാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത്. ഇതിനൊരു മാറ്റം വരണം. ഇതിനകത്ത് എന്താണ് പറയുക, അമ്പല കമ്മിറ്റികളും പള്ളി കമ്മിറ്റികളും ഗവൺമെന്റ് ഓഫീസുകളും ചേർന്ന് ഒരു നയരൂപീകരണം നടത്തണം. ഈ പണം എങ്ങനെ പൊതുജന സേവനത്തിനായിട്ട് ഉപയോഗിക്കാം എന്ന്
കണ്ടെത്തുമോ? എത്തുമെങ്കിൽ അത് എല്ലാവർക്കും ഈ നാടിനും നന്മ കൊണ്ടുവരും.